രണ്ടാമത് നമ്മുടെ മദ്രസ സംവിധാനങ്ങൾ ഒരു ലൈഫ് സ്കൂളായി മാറണം. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? രാവിലെ 8:00 ആ കെട്ടിടം പൂട്ടിയാൽ പിന്നെ വൈകുന്നേരം ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിലില്ല എന്നതിലപ്പുറത്ത് ആ കെട്ടിടത്തെ മുഴുവൻ സമയം ഉപയോഗിക്കാൻ ആവശ്യമായ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് മുഴുവനും നമ്മുടെ ആലോചനയിൽ ഉണ്ടാവും. അതിൽ പ്രധാനമായിട്ട് ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുന്ന ഒരു ആശയം രക്ഷിതാക്കൾ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു രക്ഷിതാക്കളുടെ ഒരു പ്രശ്നമായിട്ട് തോന്നിയത് കുട്ടികൾ നന്നാവാൻ വേണ്ടി കുട്ടികൾക്ക് പലതും ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഫീസ് GPay ചെയ്തിട്ടുണ്ട്, വണ്ടിയിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ സ്കൂൾ മദ്രസ വിടുന്ന സമയത്ത് പിക്ക് ചെയ്യാം. നന്നാവലവൻ ചെയ്തോളണം, അത് നമ്മൾക്കിടെ കൊണ്ടാവില്ല എന്നുള്ളിടത്തോളാണ് പുതിയ ഒരു ലിബറൽ ആലോചന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മദ്രസയിൽ കുട്ടികൾ ഹിജാബ് ഇടുന്ന പെൺകുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഇല്ല. ആ സംഭവം ഈ ഹിജാബിന് ഇപ്പം എന്താ താല്പര്യം? അത് ഏതുപോലെയെന്ന് വെച്ചാൽ വണ്ടി ജസ്റ്റ് ഒന്നിങ്ങനെ ഉരസി വേറൊരു കാറുമായിട്ട് അയാളുടെ തെറ്റാണ്. ഉടനെ തന്നെ അയാളോടൊന്ന് ചൂടാൻ വേണ്ടിയിട്ട് തൊപ്പി അഴിച്ചിട്ട് പേരും തെറി വയറും നിറച്ചു കൊടുത്തു. ഇത് തിരിച്ചു വന്നിട്ട് തൊപ്പിയിട്ടിട്ട് ഒന്നിച്ചുള്ള ഡ്രൈവറോട് പറയാം, ചിലത് അങ്ങോട്ട് പറയണം തൊപ്പിയിട്ടത് നടക്കില്ല. അപ്പോൾ ഡ്രൈവർ തിരിച്ചു വയ്ക്കേണ്ട ഒറ്റ ചോദ്യമേ ഉള്ളൂ, നിങ്ങൾ ശരിക്കും എന്തിനാണ് തൊപ്പി ഇടുന്നത്? ശരിക്കും നിങ്ങൾ എന്തിനാണ് തൊപ്പി ഇടുന്നത്? എന്തിനാണ് അയച്ചതിൻ്റെ കാരണം ഉപരി പറഞ്ഞല്ലോ, അതാണ് സാർ. ആ ചോദ്യമാണ് ശരിക്കും നമുക്ക് വേണ്ടത്. കുറേ ചോദ്യങ്ങളാണ് പലരെയും സൂഫിയാക്കളാക്കിയത്. തന്നെ നിങ്ങൾ ഇതുവരെ റസൂലുള്ളാഹിനെ കണ്ടോ? ആ ചോദ്യമായിരുന്നു അബൂ യസീദ് ബിസ്താമിയെ റളിയല്ലാഹു അൻഹു വലിയ ഒരു ലോകത്തേക്ക് എത്തിച്ചത്. ചോദ്യങ്ങളുടെ പിന്നിൽ രൂപപ്പെട്ട മഹാന്മാരെ കുറിച്ച് മാത്രം വിവിധ രചനകളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുകയല്ല. ഈ രക്ഷിതാക്കളെ നമുക്കെങ്ങനെ ഒരു ശരിയുടെ ലോകത്തേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ എന്നാലോചിച്ചാൽ ഇങ്ങനെ തോന്നുന്നു, രക്ഷിതാക്കൾ കൂടി നമ്മുടെ മദ്രസയിലെ സ്റ്റുഡൻസ് ആവുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും. നിസ്കാരം ഖള ആക്കരുത് എന്ന് നമ്മൾ കുട്ടികളോട് പഠിപ്പിക്കുമ്പോൾ ആ വീട്ടിലെ രക്ഷിതാക്കൾ കൂടി ഖള ആക്കരുത് എന്ന ഒരു പഠിപ്പിക്കലാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. സ്ക്രീൻ അഡിക്ഷൻ കുട്ടികൾക്ക് ഉണ്ടാവരുത് എന്ന് പറയുമ്പോഴും അവൻ്റെ ഉപ്പയും ഉമ്മയും നിരന്തരം മൊബൈൽ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ആ കുട്ടിയോട് എത്ര തിരുത്തിയിട്ടും കാര്യമില്ല. കാരണം ഓട്ടോറിക്ഷൻ്റെ മുമ്പിലത്തെ ടയറാണ് കുട്ടി, ബേക്കിലത്തെ 2 ടയറിൽ ഏതെങ്കിലും ഒന്ന് പഞ്ചറായാൽ അതിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവും. ഈ കുട്ടി നല്ല കാറ്റുണ്ട്, റേഞ്ചിൽ റാങ്ക് ഉണ്ട്, 4 മൊമെൻ്റ് ഉണ്ടെന്ന് ഒരു കാര്യം ഉണ്ടാവില്ല. ബേക്കിലത്തെ 2 ടയറിനും ഉപ്പാക്കും ഉമ്മാക്കും ഒരു പ്രയാസവും ഒരു പ്രശ്നവും ഇല്ലാതിരിക്കാൻ കൂടി ആയിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹു അൻഹു വളരെ ചെറിയ പ്രായത്തിൽ തഹജ്ജുദ് ആരംഭിച്ച ആളാണ്. അതിൻ്റെ കാരണം ചരിത്രത്തിലുണ്ടല്ലോ. എപ്പോഴും രാവിലെ ഉണരുമ്പോൾ ഇടക്കിടക്ക് പാതിരാത്രി ഞെട്ടുന്ന സമയത്ത് വാപ്പ ഇങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുന്നതാണ്. വാപ്പാനോട് ചോദിച്ചു, വാപ്പ എന്താ നിസ്കരിക്കണത്? തഹജ്ജുദ്. വാപ്പ എന്താ എന്നെ അതിന് വിളിക്കാത്തത്? മോനെ സുബിക്ക് വിളിക്കുന്നുണ്ടല്ലോ. വാപ്പാക്ക് തഹജ്ജുദ് ഉണ്ട്, സുബി ഉണ്ട്. ഈ കുട്ടികളല്ലേ അങ്ങനെ എന്തായാലും പറയും. എനിക്ക് സുബി മാത്രം. അതെന്താ വാപ്പാക്ക് 2 എണ്ണം? അത് വാപ്പാക്ക് നരകം പേടിയായിട്ടാണ്. ശരി. അപ്പോൾ എന്നെ നരകത്തിലിടൂല, മോൻ ചെറുതല്ലേ. വാപ്പ ഈ നരകം എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര തീയാണ്. അപ്പോൾ ഉമ്മ അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ വലിയ വിറക് വെക്കുന്നതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ ചെറുത് വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ ചെറുതിനെയും നിന്നെ നാളെ മുതൽ തഹജ്ജുദിന് വിളിക്കാം കേട്ടോ. അങ്ങനെയാണ് ആ മോനെ തഹജ്ജുദിന് ആരംഭിച്ചത്.